സോ ഇപ്പോൾ ഈ ഓപ്പൺ വേൾഡ് ആൻഡ് ബാറ്റിൽ റോയൽ ഈ രണ്ട് സ്റ്റൈൽ ഗെയിംസിനും എങ്ങനെ ഫാൻ ബേസ് വന്നെന്ന് നോക്കി. ഇത് കാരണം ഇപ്പോൾ ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയും ഗെയിം ഡെവലപ്മെൻറ്റ് സ്റ്റുഡിയോസിൻ്റെയും അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരു മൂവി ഹിറ്റായി കഴിഞ്ഞ് ഓഡിയൻസിന് അത് ഇഷ്ടമായത് കൊണ്ട് അതേ സ്റ്റൈലിൽ വേറെ ഡയറക്ടേഴ്സും ട്രൈ ചെയ്യും. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യൻ ഗെയിം ഡെവലപ്മെൻറ്റിനും ഉള്ളത്. ഇവിടെ GTA എന്ന ഓപ്പൺ വേൾഡ് ഗെയിംസ് ഹിറ്റായത് കൊണ്ടും അതിന് ഓഡിയൻസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടും അതേപോലെ ഓപ്പൺ വേൾഡ് ഗെയിംസ് ഡെവലപ്പ് ചെയ്യുവാണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്ത ഗെയിമാണ് മുംബൈ ഗള്ളീസ്. ഇടയ്ക്ക് വന്ന അപ്ഡേറ്റ്സ് ആയാലും ഇന്ത്യൻ ഓഡിയൻസിനെ ഗെയിമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലല്ല ഉണ്ടായത്. പിന്നെ വന്നത് പ്രൊജക്റ്റ് മെഡ്രാസ് ആണ്. പേഴ്സണലി എനിക്ക് അതിൻ്റെ ട്രെയിലറും ഗെയിം പ്ലേ ഫുട്ടേജൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ്സ് വന്നിട്ട് 1 ഇയർ കൂടുതലായി. ഇത് വാച്ച് ഡോഗ്സ് ഹിറ്റ്മാൻ സ്റ്റൈലിലുള്ള ഒരു ഗെയിമാണെന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഇതുവരെ വന്ന അപ്ഡേറ്റ്സ് കണ്ടിട്ട് ഇതും ഒരു GTA പോലെ ഓപ്പൺ വേൾഡ് ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗെയിമായിട്ടാണ് തോന്നുന്നത്. ഇത് രണ്ടുമല്ലാതെ ഒരു മൊബൈൽ ഗെയിമും അനൗൺസ് ചെയ്തിരുന്നു.